എനിക്കൊരു മോളുണ്ട് ഷാർജയിലാണ്. ഒരു കുഞ്ഞിനെ ഒരപ്പനും അമ്മയും വളർത്തി നിൻ്റെ കയ്യിലോട്ട് തരുമ്പോഴേ ചങ്കു പറിച്ചാൽ തരുന്നേ. നിനക്ക് തൊഴിക്കാനുള്ളതല്ല, നിനക്ക് ഇടിക്കാനുള്ളതല്ല, ചവിട്ടാനുള്ളതല്ല, തെറി വിളിക്കാനുള്ളതല്ല, നിന്റെ കോപം തീർക്കാനുള്ളതല്ല ഭാര്യ. ഭാര്യയെ തല്ലുന്ന ഏതെങ്കിലും ഒരുത്തിനകത്ത് തൊണ്ട ഗുണപ്പെട്ടു പോക്കണം. നിനക്ക് ഇടിക്കാനുള്ളതല്ല, ഒരു ചങ്ക് പറിച്ചാൽ തരുന്നേ. നിങ്ങളുടെ വീട് സമാധാനമാകണം. എന്ത് ചെയ്യണം? പീസ് ബി ടു യു, പീസ് ബി ടു യു യുവർ ഹൗസ്, പീസ് ബി ടു ഓൾ ദാറ്റ് യു ഹാവ്. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഒന്നാം സ്ഥാനം ദൈവത്തിന് നൽകുക. എല്ലാവരോടും എ ഹോം ഈസ് എ പ്ലേസ് വെയർ ഈച്ച് വൺ ലിവ്സ് ഫോർ അതേഴ്സ് ആൻഡ് ഓൾ ലിവ്സ് ഫോർ ഗോഡ്. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുകയും അവർ ഇരുവരും ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യണം. Where there is God, there is faith. Where there is fight, there is love. Where there is love, there is peace. Where there is peace, there is no need. എവിടെ ദൈവമുണ്ടോ, എവിടെ ദൈവസാന്നിധ്യമുണ്ടോ അവിടെ പരസ്പര വിശ്വാസമുണ്ട്. എവിടെ വിശ്വാസമുണ്ടോ അവിടെ സ്നേഹമുണ്ട്. എവിടെ സ്നേഹമുണ്ടോ അവിടെ സമാധാനമുണ്ട്. എവിടെ സമാധാനമുണ്ടോ there is no need. ദൈവസാന്നിധ്യമില്ലാത്ത 2 നില കെട്ടിടത്തേക്കാൾ, ദൈവസാന്നിധ്യമില്ലാത്ത AC റൂമിനേക്കാൾ, ദൈവസാന്നിധ്യമില്ലാത്ത മാർബിൾ തറയേക്കാൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ചെറ്റക്കുടിലാണ് ശ്രേഷ്ഠമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ കൈ ഉയർത്തി വാതുറന്ന് സ്തോത്രം പറഞ്ഞാട്ടോ. നിങ്ങളുടെ വീട്ടിൽ ദൈവസാന്നിധ്യം ഉണ്ടോ? ഞാനൊരു സുവിശേഷ പ്രസംഗിയനാണ്. ഈ റോഡിലൂടെയൊക്കെ 12 മണിക്കോ 1 മണിക്കോ 1:30ക്കും 2 മണിക്കോ ഒക്കെ ഞങ്ങൾ യാത്ര ചെയ്യും. എൻ്റെ കൂടെ സാരഥിയായ സഹോദരൻ ഇരിപ്പുണ്ട്. ഒരു രാത്രി 12:30 മണിയായപ്പോൾ ഷാജിയൻ പാസ്റ്ററെ ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. 12:30 മണിക്ക് 9 വയസ്സോ 10 വയസ്സോ കൂടുതൽ പ്രായമില്ലാത്തൊരു പെങ്കൊച്ച് വിളിക്കുക. അവൾ വിളിച്ച് ഭയത്തോടാ, പാസ്റ്റർ, എൻ്റെ ഡാഡി എൻ്റെ മമ്മിയെ കൊല്ലുന്നു. ഞാൻ ഞെട്ടിപ്പോയി. എങ്ങനെ അവൾക്ക് നമ്പർ കിട്ടിയെന്നറിയില്ല. ഒന്ന് TV കണ്ടതായിരിക്കും, അല്ല എൻ്റെ പുസ്തകത്തിൽ നിന്ന് കണ്ടതായിരിക്കും. അവൾക്ക് കിട്ടിയ നമ്പറിൽ അവൾ വിളിച്ചു. 2 നില കെട്ടിടമാണ്, ഒറ്റ മോളേ ഉള്ളൂ. 12:30 മണി രാത്രിയിൽ മദ്യപിച്ച് അപ്പം അമ്മയുടെ കൊങ്ങാക്കി ഞെക്കി പിടിച്ചേക്കുക. പാസ്റ്റർ, ഞാൻ പേടിച്ചു പോയി. കൊല്ലല്ലേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം ഇവൻ അവളെ കാണും കൊന്നിട്ടാൽ അന്വേഷണം എൻ്റെ പേർക്ക് വരും. ആ വീട്ടിൽ നിന്ന് ആദ്യത്തെ ഫോൺ കോൾ എൻ്റെ നേർക്കാണ് വന്നേക്ക്. ദൈവസാന്നിധ്യമില്ലാത്ത 2 നില കെട്ടിടത്തേക്കാൾ, ദൈവസാന്നിധ്യമില്ലാത്ത AC റൂമിനേക്കാൾ ദൈവസാന്നിധ്യമുള്ള ചെറ്റക്കൂടിലാണ് ശ്രേഷ്ഠത. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഇഷ്ടപ്പെടുക പെടാതിരിക്കുന്നത് എൻ്റെ വിഷയമല്ല. ഇവിടെയുള്ള മാതാപിതാക്കളെ, പിതാക്കന്മാരെ, മാതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം നടന്നില്ലെങ്കിലും, നിൻ്റെ മോളെ കെട്ടിച്ചില്ലെങ്കിലും ഒരു മദ്യപാനിയുടെ ഭാര്യയാകാൻ ഇടവരരുത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ്റെ, കഞ്ചാവും കറപ്പും അടിക്കുന്നവൻ്റെ ഭാര്യയായി നിൻ്റെ കുഞ്ഞിനെ കൊടുക്കാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. നിങ്ങൾ ഏത് സഭയൊന്നും എനിക്ക് പ്രശ്നമല്ല. അപ്പം നിങ്ങൾക്ക് തോന്നും, ചിലരെന്നോട് ചോദിക്കും, മദ്യപിച്ചാൽ നരകത്തിൽ പോകുമെന്ന്, പുകവലിച്ചാൽ നരകത്തിലാണോ പോകുന്നത്? അതും എനിക്കറിയത്തില്ല. പക്ഷെ കുടിയനായ നീ, മദ്യപിക്കും നിങ്ങൾ, പുകവലിക്കും നിങ്ങൾ, വാ തുറന്നാലേ ഇപ്പം നരകത്തിൻ്റെ വാടയാണ്. നിങ്ങളാരും അനങ്ങുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു മദ്യപാനിക്ക് കൊടുക്കുമോ നിങ്ങളുടെ മോളെ? കുടിയനെ ചിലപ്പം കൂട്ടുകിട്ടാൻ കിട്ടുന്നു വരും. അച്ഛാ, ഈ ഭൂവിൽ, അച്ഛനല്ലേ മുപ്പാഴല്ലേ, ഈ ഭൂവിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു മോളെയാണ് കിട്ടാൻ പോകുന്നത്. ഗ്യാരണ്ടിയാ അല്ലേ മോളെ? ഗ്യാരണ്ടി ആയിരിക്കണം. ദൈവത്തെ അനുസരിക്കാൻ കഴിഞ്ഞത്, പ്രാർത്ഥിക്കുന്നവനെ ഭർത്താവായി കിട്ടുന്നത്, കരയുന്നവളെ ഭാര്യയായി കിട്ടുന്നത്ര ശ്രേഷ്ഠകരമാണ്. എല്ലാവരും കൈയടിച്ച് സന്തോഷത്തോടെ ദൈവം സ്തുതിച്ചാണ്. നിങ്ങൾ കരമൊക്കെ അടിച്ചോ? നിങ്ങൾ സന്തോഷത്തോടൊക്കെ ഇരിക്കുന്നത്. മക്കളെ, 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. വേഗത്തിൽ 2 ദൈവിക വിഷയങ്ങൾക്ക്, ആരാധനയ്ക്ക് പ്രാധാന്യം നൽകണം. നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും പറയേണ്ടത് ആവശ്യമാണ്. ഒരു ക്രിസ്ത്യാനിക്ക്, ഞാൻ പെന്തക്കോസുകാരനല്ല പറഞ്ഞേ, ക്രിസ്ത്യാനിക്ക് 3 ഓൾട്ടറുകൾ വേണം. 1 പേഴ്സണൽ ഓൾട്ടർ, 2 ഫാമിലി ഓൾട്ടർ, 3 ചർച്ച് ഓൾട്ടർ. വ്യക്തിപരമായ യാഗപീഠം, കുടുംബയാഗപീഠം, സഭായാഗപീഠം. എന്താണ് വ്യക്തിപരമായ യാഗപീഠം? നീയും നിൻ്റെ ദൈവവുമായി സന്ധിക്കുന്ന ഒരിടം. അവിടെ ഭാര്യയില്ല, അവിടെ ഭർത്താവില്ല, അവിടെ മക്കളില്ല. ഇബ്താഗ് ദൈവത്തിൽ അവൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. യാക്കോബ് തനിയെ ശേഷിച്ചു. മക്കളെ, ഉണ്ടോ? ഉണ്ടോ? നീയും നിൻ്റെ ദൈവവുമായി കൂട്ടിമുട്ടുന്നൊരിടമുണ്ടോ? ഉണ്ടോ? നീ വന്നവർക്കുണ്ടോ? മക്കളെ, നിങ്ങൾക്കുണ്ടാകണം. ദൈവവും നീയും മാത്രം സന്ധിക്കുന്നൊരിടം.
2 ഫാമിലി ഓൾട്ടർ, അവിടുത്തെ പ്രീസ്റ്റ്, അവിടുത്തെ പാസ്റ്റർ, അവിടുത്തെ അച്ഛൻ, ഗ്രഹനാഥൻ, അവിടുത്തെ ബിലീവേഴ്സ്, ഭാര്യയും മക്കളും. കുടുംബയാഗം ഇവിടെ ഉണ്ടോ നിങ്ങൾക്ക്? രാവിലെയും വൈകിട്ടും മക്കളുമായി ഒന്നിച്ചിരുന്ന് ആരാധിക്കുന്നുണ്ടോ? ഇവിടെ ഇപ്പോൾ CSIയും CMSIയും യാക്കോബയും മർത്തോമയും ഒക്കെ ആളുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാർക്കെല്ലാം ഉള്ളൊരു പ്രത്യേകത, എൻ്റെ പിതാവും മർത്തോമക്കാരനായിരുന്നു. എന്തായിരുന്നു ഒരു പ്രത്യേകത? നമ്മുടെ പിതാക്കന്മാർ IASകാരും APSകാരും കളക്ടർമാരും ഒന്നും അല്ലായിരുന്നെങ്കിലും പാസ്റ്ററെ അവരെന്ത് ചെയ്യും? പ്രാർത്ഥിക്കുന്നവരായിരുന്നു. നേരം സന്ധ്യയാകുമ്പോൾ മക്കളെ വിളിച്ചിരുത്തി പാട്ടുകൾ പാടുമായിരുന്നു. ശരണേ മോനെ എന്തേ ബാബാ. നേരം വെളുക്കുമ്പോഴും 5 മണിക്ക് പിള്ളേരെ വിളിച്ചുണർത്തി പ്രഭാത പ്രാർത്ഥനകളുണ്ടായിരുന്നു. എന്തോ അത് ഞാൻ പറയില്ല, എന്നെ സഭയൊന്നുമില്ല. ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ. ചേർന്ന് പാടിക്കേ.